ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിൻ അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് കുറേ പേര് കമൻസിൽ ചോദിച്ചതാണ്, ഇപ്പോൾ കേരളത്തിൽ ഇൻഡെക്സ് മാർക്ക് 230 താഴെയാണെങ്കിൽ കേരളത്തിൽ എന്തായാലും അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് LBSലായാലും PMC MAKയിലായാലും AFCS FNCKയിലായാലും SPMAയിലായാലും CPASലായാലും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഈ ഒരു വർഷം വേസ്റ്റ് ചെയ്യാതെ എന്ത് ചെയ്യാം എന്നതിന് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉത്തരമുണ്ട്. കേരളത്തിന് പുറത്ത് പോയി പഠിക്കാം. കേരളത്തിന് പുറത്ത് പോയി പഠിക്കുമ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും അതുപോലെ പുറത്തുള്ള ഒരു കോളേജിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. പുറത്ത് പോകുന്ന കുട്ടികൾ എന്തൊക്കെ അഫിലിയേഷൻസ് ശ്രദ്ധിക്കണം എന്നുള്ളതും ഈ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന കോളേജ് എന്ന് പറയുന്നത് സർജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ്, കർണാടക. ഒരു ബഡ്ജറ്റ് ഓറിയന്റഡ് ടോപ്പ് നഴ്സിംഗ് കോളേജ് ഇൻ ഷിമോഗയാണ് സർജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് എന്ന് പറയുന്നത്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഷിമോഗ, കർണാടകയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഒത്തിരി ദൂരെയല്ലേ എന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പക്ഷെ അവർ പല കാര്യങ്ങളും നിങ്ങൾക്ക് അതിനു വേണ്ടി ചെയ്തു തരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞു തരാം. ഇവിടെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് BSc നഴ്സിംഗ് തന്നെയാണ്. ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി പറയുവാണെങ്കിൽ മോഡേൺ ഫെസിലിറ്റീസ് ഇൻക്ലൂഡിംഗ് വെൽ എക്യുപ്ഡ് ലബോറട്ടറീസ് ആൻഡ് ക്ലാസ് റൂംസ് അവൈലബിൾ ആണ്. അതുപോലെ ക്ലിനിക്കൽ എക്സ്പോഷറും ഉണ്ട്. ദെൻ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ്. MSc ഗ്രാജുവേറ്റ്സും അതുപോലെ MSc ഗ്രാജുവേറ്റ്സ് വിത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസുമാണ് നിങ്ങളെ പഠിപ്പിക്കാനാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. BSc നഴ്സിംഗ് എന്ന് പറയുന്നത് 4-year പ്രോഗ്രാം ആൻഡ് 6 month ഇന്റേൺഷിപ്പ് ആണ് ഇവിടെ വരുന്നത്. അഫിലിയേഷൻ വന്നിട്ട് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് RGUHSന്റെ അഫിലിയേഷനും അതുപോലെ തന്നെ കർണാടക നഴ്സിംഗ് കൗൺസിലിന്റെ റെക്കഗ്നേഷനും ഉണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് 10th പ്ലസ് 2 ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജിയിൽ പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികളായിരിക്കണം. സെലക്ഷൻ മെറിറ്റ് ബേസിലും വരുന്നുണ്ട്, അതുപോലെ എൻട്രൻസ് എക്സാം വഴിയും വരുന്നുണ്ട്. കർണാടക എൻട്രൻസ് എക്സാമിനേഷൻ വെച്ചിട്ടും അവിടെ കുട്ടികളെ എടുക്കുന്നുണ്ട്. ബാക്കിയുള്ള സീറ്റുകൾ കേരളത്തിലേക്ക് വരുന്നതുമുണ്ട്. അതുപോലെ അവർ കർണാടക സ്റ്റുഡൻസിനെയും പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് 5 ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൽ അപ്രൂവ്ഡ് ചെയ്ത കോളേജാണ്. കർണാടക നഴ്സിംഗ് കൗൺസിൽ അപ്രൂവ്ഡ് കോളേജാണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആണ്. ഗവൺമെന്റ് ഓഫ് കർണാടക അപ്രൂവ്ഡ് ആണ്. അഫോർഡബിൾ ആയിട്ട് കർണാടകയിൽ പഠിക്കാൻ വേണ്ടിയും സാധിക്കുന്നതാണ്. ഈസി ഇൻസ്റ്റാൾമെന്റ്സ് ഉണ്ട്. ലോൺ ഫെസിലിറ്റിയും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപേക്ഷ നൽകാനായിട്ട് നിങ്ങൾക്ക് പ്ലസ് 2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് 60% കൂടുതൽ മാർക്ക് വേണ്ടതാണ്. ഇവിടെ BSc നഴ്സിംഗ് പെൺകുട്ടികൾക്ക് മാത്രം പഠിക്കുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ്. ഓരോ കുട്ടികളുടെയും സുരക്ഷിതത്വം, സംരക്ഷണം ഉറപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് കുട്ടികൾക്കൊപ്പം ഹോസ്റ്റലിലായിരിക്കും താമസിക്കുന്നത്. താമസം, ഭക്ഷണം, യൂണിഫോം, ബുക്കുകൾ എന്നിവ നൽകുന്നുണ്ട്. സ്വന്തമായി തന്നെ 5 ഹോസ്പിറ്റലുകൾ സർജി ഹോസ്പിറ്റൽസ് മെഡിക്കൽ പരിശീലനം നൽകുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ക്ലിനിക്കൽ എക്സ്പോസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കോളേജിന്റെ തന്നെ ഹോസ്പിറ്റൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്നത് മനസ്സിലാക്കുക. ഇവിടെ പഠനത്തോടൊപ്പം ലാംഗ്വേജ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. കേരള സ്റ്റൈൽ ഭക്ഷണം അവൈലബിൾ ആണ്. മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്. സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. ക്യാമ്പസ് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതായിരിക്കും. കോളേജ് ബസ് സൗകര്യമുണ്ട്. നല്ല അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. മോഡേൺ ക്ലാസ് റൂം, ലാബ് ഫെസിലിറ്റി എന്നിവയും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് BLS ACLSന്റെ ട്രെയിനിങ് തരുന്നതായിരിക്കും. അനാട്ടമിക് പ്രസന്റേഷൻ ഉണ്ടാകും. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ വർക്ക്ഷോപ്പ്, ചൈൽഡ് അഡോപ്ഷൻ അവയർനെസ് ഡേ, ക്രിസ്മസ് ഡേ സെലിബ്രേഷൻ, ലാബിന്റെ ട്രെയിനിങ്, ഡിജിറ്റൽ EMR ട്രെയിനിങ്, എൻവയോൺമെന്റൽ ഡേ, ഗെയിംസ്, ഹാപ്പിനെസ് ഡേ, അതുപോലെ ഇൻഡിപെൻഡൻസ് ഡേ, നഴ്സസ് ഡേ, സേഫ് മദർഹുഡ് ഡേ, സ്റ്റിമുലേഷൻ പ്രാക്ടീസ്, ഡിസ്ട്രിക്ട് ലെവൽ സ്കിറ്റ് പാർട്ടിസിപ്പേഷൻ, ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷൻ, വുമൻസ് ഡേ സെലിബ്രേഷൻ, യോഗ ഡേ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനിങ്. സ്വന്തമായിട്ട് തന്നെ എക്സാം സെന്ററും ഇവിടെയുണ്ട്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്ത് എൻക്വയറി ചെയ്ത് നിങ്ങൾക്ക് കോളേജിൽ പോയി കാണാം എന്നുണ്ടെങ്കിൽ പോയി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കാം. പുറത്തൊരു കോളേജ് പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു കോളേജ് സജസ്റ്റ് ചെയ്തതാണിത്. ഫീസ് സ്ട്രക്ചർ വരുന്നത് സെം ബേസിൽ 80,000 rupees ആണ്. കൂടുതൽ എൻക്വയറീസിന് വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ എല്ലാ കാര്യങ്ങളും മാനദണ്ഡങ്ങളും അറിഞ്ഞതിന് ശേഷം താല്പര്യമുള്ള കുട്ടികൾ അഡ്മിഷൻ എടുക്കുക. മാക്സിമം മാർക്ക് കുറഞ്ഞ കുട്ടികൾ LBSന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഈ വർഷം കളയാതിരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. ഇത് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ ഈ കോളേജിനെ പറ്റി എൻക്വയറി ചെയ്യാൻ സ്ക്രീനിൽ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൽ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്ത് കോളേജിനെ പറ്റി നിങ്ങൾക്ക് തിരക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.